ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന നോവലാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു നോവലിൻ്റെ നറേറ്റർ തങ്കം നായർ അഥവാ ലക്ഷ്മി ഓർ മിസ്സസ് KMK നായർ എന്നീ 3 പേരുകളിലൂടെ പറയാം. അവരാണ് ഈ ഒരു നോവൽ നറേറ്റ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നത് തന്നെ ബാങ്ക്സ് ഓഫ് ഗംഗാ നദിയുടെ തീരത്ത് വെച്ചിട്ടാണ്. ഒരു ഡെത്ത് സെർമണി ഓഫ് എ ബിലവഡ് കസിൻ ഉണ്ണി നമ്പൂതിരി, ഉണ്ണിയേട്ടൻ, തങ്കം നായരുടെ വളരെ ഇഷ്ടമുള്ള ബിലവ്ഡായിട്ടൊരു കസിനാണ് അല്ലെങ്കിൽ ബ്രദറാണ് ഉണ്ണി നമ്പൂതിരിയുടെ ഡെത്ത് സെർമണീസ് നടക്കുന്ന ഒരു വേളയിൽ വച്ചിട്ടാണ് ഈ ഒരു നോവലിൻ്റെ കഥ ആരംഭിക്കുന്നത്. അവിടെ തങ്കത്തിൻ്റെ മകൻ്റെ മകളും ആയിട്ടാണ് ഈ ഒരു റിച്വൽ നടത്താനായിട്ട് പോകുന്നത്. അവിടെ ചടങ്ങുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തങ്കം ഒരു യോഗിനിയെ കാണുന്നു. യോഗിനിയെ കണ്ടിട്ട് തൻ്റെ ഏട്ടത്തിയമ്മ എന്നാൽ ഉണ്ണിയേട്ടൻ്റെ വൈഫിനെ കുറിച്ചിട്ട് ചോദിക്കുന്നു. തേതിക്കുട്ടി, ദേവകി മനമ്പള്ളി, ദേവി ബഹൻ, മാതാ സുമിത്രാനന്ദ എന്നീ പേരുകളിലൊക്കെ അവരറിയപ്പെടുന്നുണ്ട്. അങ്ങനെ ഏട്ടത്തിയമ്മയെക്കുറിച്ച് ചോദിക്കുകയും ഫൈനലി ഷീ മെറ്റ് ഇൻ ദ ബാങ്ക്സ് ഓഫ് റിവർ ഗംഗാ നദിയുടെ തീരത്ത് വെച്ചിട്ടിങ്ങനെ തൻ്റെ ഏട്ടത്തിയെ കണ്ട് ഓടിപ്പോയി ഏട്ടത്തി എന്ന് വിളിച്ചിങ്ങനെ കാര്യങ്ങൾ പറയാനായിട്ട് പോകുമ്പോൾ ഷീ ഡിഡ്ന്റ് ലൈക്ക് ടു നോ അബൌട്ട് എ പെയിൻഫുൾ പാസ്റ്റിനെ കുറിച്ച് അറിയാനായിട്ട് ഒരു താല്പര്യവും ഇല്ല. കാരണം ഇപ്പോൾ ആ ഒരു അങ്ങനെയല്ല, ഒരു ടിപ്പിക്കൽ സന്യാസി തന്നെയാണ് ഈ തേതിയേട്ടത്തി എന്ന് പറഞ്ഞാൽ. അങ്ങനെ അവിടെ വെച്ച് തേതിയേട്ടത്തെ കണ്ടിട്ട് തിരികെ ഹോട്ടൽ റൂമിലേക്ക് വരികയാണ് ചെയ്യുന്നത് ഈ തങ്കം നായർ. അങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് ഈ ചൈൽഡ്ഹുഡ് മെമ്മറീസിനെ കുറിച്ചിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഉണ്ണിയേട്ടൻ്റെ ആ ഒരു വിവാഹം അതിനെയൊക്കെ കുറിച്ച് ആലോചിക്കുകയാണ്. അപ്പോൾ കുഞ്ഞായിരിക്കുമ്പോൾ ഒരു ദിവസം ഉണ്ണിയേട്ടൻ വന്നിട്ട് പറയാണ്, തങ്കം നായർക്കൊരു സന്തോഷ വാർത്തയുണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വിവാഹമാണ്, ഒരു ഏട്ടത്തി അമ്മ ഈ ഒരു ഇല്ലത്തിലേക്ക് വരാൻ പോവാന്ന് പറയുന്നു. അങ്ങനെ തങ്കം നായർ ആ ഒരു വാർത്ത അറിയുകയാണ്. അങ്ങനെ ഉണ്ണിയേട്ടനും തേതിയേട്ടത്തിയുമായിട്ടുള്ള കല്യാണം നടക്കുന്നു. പക്ഷേ ഈ തങ്കം നായർക്ക് ആ ഒരു മനമ്പള്ളി ഇല്ലത്തിനകത്തേക്ക് കയറി ആ ഒരു മാരേജ് സെർമണി കാണാനായിട്ട് വിലക്കുണ്ടായിരുന്നു. കാരണം തങ്കം നായർ ഒരു ശൂദ്ര ഗേളിന് ആ ഒരു ബ്രാഹ്മൺ ഇല്ലത്തിനകത്ത് കയറി അത് കാണാനായിട്ടുള്ളൊരു റൈറ്റ് ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ, അന്യജാതിക്കാർ ആ ഒരു ഇല്ലത്തിനകത്തേക്ക് കയറി വന്നാൽ അത് അശുദ്ധിയാണെന്ന് പറഞ്ഞ് അവളെ മാറ്റി നിർത്തിയിരുന്നു. പക്ഷേ അത് ഭയങ്കര വിഷമമായിരുന്നു ഈ തങ്കം നായർക്കുണ്ടായിരുന്നത്. അവൾ തിരിച്ച് ഇവളുടെ വീട്ടിലേക്ക് വന്ന് അവിടെ നിന്നിങ്ങനെ കുറേ ആൾക്കാരിങ്ങനെ സംസാരിക്കുന്ന കേക്ക് ഉണ്ടായി. ഉണ്ണി കല്യാണം കഴിച്ച കുട്ടി നല്ല ഭംഗിയുണ്ട്, ബ്യൂട്ടിഫുൾ ലേഡിയാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കേക്ക് കേട്ടപ്പോൾ വളരെ സന്തോഷത്തോടെ അവളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവൾ കച്ചേരി മാളിക എന്ന് പറഞ്ഞ ഇല്ലത്തിലാണ് ഉള്ളത്. നമ്പൂതിരിയാണ് അച്ഛൻ, അമ്മ ഒരു നായർ സ്ത്രീയുമാണ്. അപ്പോൾ ഒരേ ഒരു സർവൈവ് ചെയ്യുന്ന ഡോട്ടർ ഈ ഒരു തങ്കം നായറായിരുന്നു. അങ്ങനെ തേതിയേട്ടത്തിയെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നു. തേതിയേട്ടത്തിയും ഈ തങ്കം നായർ വളരെയധികം നല്ല ഫ്രണ്ട്സ് തന്നെയായിരുന്നു. തേതിയേട്ടത്തിക്കൊരു സഹോദരനുണ്ട്, PKP നമ്പൂതിരി. അയാളൊരു ഫ്രീഡം ഫൈറ്റർ, റവല്യൂഷണറി, സോഷ്യൽ റിഫോമറൊക്കെ ആയിരുന്നു. അപ്പം ഈ ഒരു തേതിയേട്ടത്തി വന്ന ഹസ്ബൻഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഫാമിലി ആയിരുന്നു. അവിടെ ഒരു ഫ്രീഡവും ഉണ്ടായിരുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു ബുക്ക് വായിക്കാൻ, ഒരു ന്യൂസ് പേപ്പർ വായിക്കാൻ പോലുമുള്ള ഫ്രീഡം ഉണ്ടായിരുന്നില്ല. എപ്പോഴും ശിവപുരാണം, രാമായണം പോലുള്ള പുസ്തകങ്ങളായിരുന്നു ഇവൾക്ക് വായിക്കാൻ കിട്ടിയിരുന്നത്. പക്ഷേ ഈ സഹോദരൻ ഇവൾക്ക് ന്യൂസ് പേപ്പേഴ്സ്, മാഗസീൻസ്, ഒരുപാട് റവല്യൂഷണറി ബുക്സൊക്കെ ഇങ്ങനെ കൊടുത്ത് അതിങ്ങനെ വായിച്ച് ഒരുപാട് പ്രൊട്ടസ്റ്റൊക്കെ നടത്തിയ ഒരാളായിരുന്നു ഈ തേതിയേട്ടത്തി. പക്ഷേ പെട്ടെന്ന് ഈ ഒരു മാരേജിലൂടെ ഈ ഒരു ഇല്ലത്തിലേക്ക് വന്നപ്പോൾ ഒരു കേജ്ഡ് ബേർഡ് പോലെ ഇവൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യണം. ആ ഒരു 4 ചുവരുകൾക്കുള്ളിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ ആ ഒരു 4 ചുവരുകൾക്കുള്ളിൽ ആ ഒരു ഇരുട്ട് മുറിയിൽ അകപ്പെട്ടതുപോലെ ഇങ്ങനെ തോന്നുവാണ്. വളരെയധികം എലോൺനെസ് ആണ് ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആകെ ഒരു ആശ്രയമാണ് ഈ തങ്കം നായരോട് അവളിങ്ങനെ മനസ്സ് തുറക്കാനായിട്ടൊക്കെ ഇങ്ങനെ ശ്രമിച്ചിരുന്നു. ഹസ്ബൻഡ് ഇവൾക്ക് വേണ്ടി സ്റ്റാൻഡ് ഔട്ട് ചെയ്യേണ്ട ഹസ്ബൻഡാണ്. പക്ഷേ എപ്പോഴും റിച്വൽസ്, പൂജ, കർമ്മം ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ അമ്മയൊന്നും ഇങ്ങനെ സമ്മതിക്കത്തില്ല ഭാര്യയോടൊപ്പം ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും. എപ്പോഴും പൂജാകർമ്മങ്ങളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് ഇരിക്കും. അപ്പോൾ
ഉണ്ണിയേട്ടൻ എന്ന് പറഞ്ഞൊരു കംപ്ലീറ്റ്ലി ഒരു മെറ്റീരിയലിസ്റ്റിക് മാൻ, ഒരു ടിപ്പിക്കൽ മെറ്റീരിയലിസ്റ്റിക് മാൻ എന്ന് തന്നെ പറയാൻ പറ്റും. ഭയങ്കര വിഷമമായിരുന്നു ആ ഒരു സമയത്തൊക്കെ തേതിയേട്ടത്തി ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നൊരു കമ്പാഷനേറ്റ് ഫ്രണ്ടായിരുന്നു തങ്കത്തിനോടൊപ്പം ഇങ്ങനെ വായിക്കണ കാര്യമൊക്കെ പറയുമ്പോഴും തങ്കം പറയും, ഞാൻ എൻ്റെ ഇല്ലത്തിൽ വരുന്ന, എൻ്റെ കച്ചേരി മാളികയിൽ വരുന്ന പുസ്തകങ്ങളും മാഗസീൻസും പത്രങ്ങളും ആരും കാണാതെ രഹസ്യമായി ഞാൻ ഏട്ടത്തിക്ക് കൊണ്ടുതരാമെന്ന് പറയുകയും അങ്ങനെ രഹസ്യമായി കൊണ്ടുകൊടുത്ത് പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ വിഷമങ്ങളൊക്കെ ഈ തേതിയേട്ടത്തേക്ക് സഹോദരനായ PKP നമ്പൂതിരിയോട് പറയണം. അങ്ങനെ ലെറ്റേഴ്സ് എഴുതാൻ തുടങ്ങി. ലെറ്റേഴ്സ് എഴുതി ഈ തേതിയേട്ടത്തേക്ക് തന്നെ പോയി പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോഴേക്കും തങ്കത്തിനോട് പറഞ്ഞ് ലെറ്റേഴ്സൊക്കെ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം PKP നമ്പൂതിരി ഒരു ബ്രാഹ്മണിക്കൽ ട്രഡീഷനൊക്കെ എതിരെ ഇങ്ങനെ ആ ഒരു അന്തർജനം അവരുടെ ആ ഡ്രസ്സിങ്ങിനൊക്കെ എതിരെ ഒരുപാട് പ്രൊട്ടസ്റ്റൊക്കെ നടത്തുന്നതിന് പോലീസ് അറസ്റ്റ് ചെയ്ത വിവരമൊക്കെ ഇങ്ങനെ ഈ ഒരു ഇല്ലത്തിൽ അറിയുകയും ഇനി അയാളുമായിട്ടൊരു ബന്ധവും ഇവിടെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് വിലക്കുകയൊക്കെ ഉണ്ടായി. അപ്പോഴും ഇവരിങ്ങനെ ലെറ്റേഴ്സൊക്കെ എഴുതിക്കൊണ്ടിരുന്നു, ഇവരുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ഉണ്ണിയേട്ടൻ ഇവരുടെ ഹസ്ബൻഡിൽ നിന്നും ഒരു മോചനം നേടി സ്വന്തം വീട്ടിലേക്ക് വന്ന് നിൽക്കുന്നതിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഉണ്ണിയേട്ടൻ എന്ന് പറഞ്ഞാൽ നല്ല ഓണസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ആ ഒരു വിവാഹബന്ധം അവസാനിപ്പിച്ച് വരുന്നതിനോടൊന്നും എതിർപ്പ് വരണ്ട എന്നൊരു ഇത് തന്നെയായിരുന്നു. പക്ഷേ ഫ്രീഡം വേണം, സഹോദരി അനുഭവിക്കുന്നതിനൊക്കെ ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ തങ്കം വളർന്ന് വലിയൊരു കുട്ടിയായി 10th സ്റ്റാൻഡേർഡൊക്കെ കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിനായി ഇങ്ങനെ പോകാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ അച്ഛൻ എന്ത് ചെയ്യും, അതിനൊന്നും സമ്മതിക്കത്തില്ല. കാരണം ആ സമയത്ത് എന്താ എഡ്യൂക്കേഷനൊന്നും വാല്യൂ ഒന്നുമില്ല, ചൈൽഡ്ഹുഡ് മാരേജിനൊക്കെ പ്രൊമോട്ട് ചെയ്തിരുന്ന ഒരു സമയം. പക്ഷേ ഈ തങ്കത്തിന് നന്നായി പഠിക്കണം, ജോലിയൊക്കെ വാങ്ങണം എന്നൊക്കെയായിരുന്നു. പക്ഷേ അച്ഛൻ സമ്മതിക്കത്തില്ല. പക്ഷേ ഈ ഉണ്ണിയേട്ടൻ അച്ഛനെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അയാളുടെ ബ്രദറായ അനിയൻ നമ്പൂതിരിയോടൊപ്പം ഇവളെ കോളേജിലേക്ക് അയച്ച് പഠിപ്പിക്കാനായിട്ട് തീരുമാനിക്കും. അപ്പോൾ തേതിയേട്ടത്തിക്ക് സന്തോഷവുമുണ്ട്, എന്നാൽ സങ്കടവുമുണ്ട്. കാരണം തങ്കത്തെ പിരിയണമല്ലോ. അപ്പം ഏറ്റവും നല്ലൊരു സുഹൃത്തും ഏറ്റവും വളരെയധികം ഇഷ്ടമുള്ളതും തങ്കത്തിനോടാണ്. അപ്പം നീ പോകുന്നതിൽ വിഷമമുണ്ട്, എന്നാൽ പോലും നല്ല പഠിക്കാനല്ലേ, പഠിച്ചുയരാനല്ലേ എന്നൊക്കെ അങ്ങനെ ബ്ലെസ്സിങ് കൊടുത്ത് വിടുകയാണ് ഉണ്ടാകുന്നത്. അവിടെ ഇങ്ങനെ ചോദിക്കും, ഇനി നമ്മളിനി എന്ന് കാണുമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ പെട്ടെന്നൊരു ദിവസം ഈ ഇല്ലത്തിലേക്ക് ഒരാൾ വന്നിട്ട് പറയും, തേതിക്കുട്ടിയുടെ അമ്മയ്ക്ക് തീരെ സുഖമില്ല, അവളെ കാണണം, അങ്ങോട്ടേക്ക് അയക്കണമെന്ന് പറയും. പക്ഷേ ഇവരെ എന്ത് ചെയ്യും, ഈ അച്ഛൻ എന്ത് ചെയ്യും, അത് ഈ മനമ്പള്ളി മനയിലുള്ളവരിങ്ങനെ പറയും, വിടാനൊന്നും പറ്റത്തില്ല. കാരണം കല്യാണം കഴിച്ച അന്തർജനങ്ങൾ ബ്രാഹ്മൺ ഫാമിലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചവരുടെ സ്വന്തം വീട്ടിലേക്ക് പോകാനൊന്നും സമ്മതിക്കത്തില്ല. അങ്ങനെ പൊയ്ക്കൂടാ എന്നാണ് അവരുടെ ആചാരം. അപ്പോൾ ഈ തേതിക്കുട്ടിക്ക് എന്താണ്, അമ്മയെ കണ്ടേ പറ്റുള്ളൂ. അങ്ങനെ ഇവളിങ്ങനെ വിചാരിക്കും, എന്തായാലും ഈ ഒരു ഇല്ലത്തിൽ നിന്നും എല്ലാ ഷാക്കിൾസ് പൊട്ടിച്ചെറിഞ്ഞ് ഇവൾക്ക് അങ്ങോട്ടേക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഇവളൊരു ദിവസം സ്വന്തം വീട്ടിലേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ഈ വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ പോയി അവളുടെ വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് സഹോദരൻ പറയുന്നതെന്ന് വെച്ചാൽ, നീ വരാൻ വൈകിപ്പോയി, നമ്മുടെ അമ്മ മരിച്ചു എന്നാണ് പറയുന്നത്. അവിടെ ചടങ്ങുകളൊക്കെ കഴിയുന്നു, ഇവളവിടെ തന്നെ സ്റ്റേ ചെയ്യുകയാണ്. അങ്ങനെ 4 മാസത്തിന് ശേഷമാണ് ഈ തങ്കം പിന്നെ തിരിച്ച് ഈ വീട്ടിലേക്ക് വരുന്നത്. അച്ഛന് സുഖമില്ല എന്നറിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് വരുമ്പോഴാണ് അറിയുന്നത് ഈ ഏട്ടത്തി അമ്മ ഈ മനമ്പള്ളി ഇല്ലം വിട്ട് സ്വന്തം വീട്ടിലേക്ക് പോയി എന്നറിയുന്നത്. വളരെയധികം വിഷമം ഉണ്ടായിരുന്നു. കാരണം പിന്നെ കാണാൻ പറ്റിയില്ല, കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയില്ല, ഭയങ്കരമായ വിഷമം ഉണ്ടായിരുന്നു. എന്നാൽ പോലും നല്ലൊരു കാര്യത്തിനാണല്ലോ പോയത്, സ്വന്തമായിട്ട് ആ ഒരു ഫ്രീഡം നാഷണലിസ്റ്റ് മൂവ്മെൻറ്റിലൊക്കെ പങ്കെടുക്കാനല്ലേ എന്നൊക്കെ വിചാരിച്ച് സന്തോഷത്തോടെ തങ്കമിരുന്നു. അങ്ങനെ നല്ലൊരു നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ് ലീഡർ തന്നെയായി. ന്യൂസ് പേപ്പേഴ്സിലൊക്കെ ഇവളുടെ പിക്ചറൊക്കെ വന്നിട്ട് ഒരുപാട് ന്യൂസൊക്കെ വന്നിരുന്നു. ഗാന്ധിജിക്കൊപ്പം നെഹ്റുവിനൊപ്പം ഒക്കെ ഒരുപാട് പ്രൊട്ടസ്റ്റ് മൂവ്മെൻറ്റൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ തങ്കം വളർന്ന് വലിയ ആളായി കല്യാണമൊക്കെ കഴിഞ്ഞ് നോർത്ത് ഇന്ത്യയിൽ ഹസ്ബൻഡിനോടൊപ്പം താമസിക്കുന്ന ഒരു സമയത്ത് ഒരു ഡെമോൺസ്ട്രേഷൻ ഇവൾ കാണാണ്, ബ്രിട്ടീഷ് റൂളേഴ്സിനെതിരെ കുറേ ആൾക്കാരിങ്ങനെ നടത്തുന്നത്. അങ്ങനെ ഇവൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു പോലീസ് ഒരു യങ് ബോയെ ഷൂട്ട് ചെയ്യുകയാണ്. എന്തിനാന്ന് വെച്ചാൽ ഒരു ടോൾ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് പോയി ഇന്ത്യൻ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ആ ഒരു യങ് ബോയെ പോലീസ് ഇങ്ങനെ ഷൂട്ട് ചെയ്തിടും. ആ കുഞ്ഞ് വന്ന് താഴേക്ക് വീഴും. രക്തത്തിൽ കുളിച്ചിങ്ങനെ കിടക്കുന്ന ഒരു കൊച്ചിനെ ഒരു വെള്ള സാരി ഉടുത്തിട്ട് ഒരു സ്ത്രീ
വന്നിങ്ങനെ മാറോട് ചേർത്ത് വയ്ക്കുന്നതാണ് ഈ തങ്കം കാണുന്നത്. അവൾ നോക്കുമ്പോൾ എന്താ, അവളുടെ സ്വന്തം ഏട്ടത്തി അമ്മയാണ്. അപ്പം അടുത്തേക്ക് പോകാനായിട്ട് ഇങ്ങനെ പോവുമെങ്കിലും ഹസ്ബൻഡ് അതിന് സമ്മതിക്കത്തില്ല. അത് അവളെ അവിടെ ഡിനൈ ചെയ്യും, അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഡിനൈ ചെയ്യും. അത് പിന്നെയാണ് അവൾ അറിയുന്നത് അത് ദേവി ബഹൻ എന്നാണ്. ആ പേരൊക്കെ മാറ്റി ദേവി ബഹനായി. പിന്നീടാണ് സുമിത്രാനന്ദ എന്ന പേരൊക്കെ സ്വീകരിക്കുന്നത്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ ആ ഒരു ഹോട്ടൽ റൂമിലിങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ പിന്നെ വേറെ ഒരു മെമ്മറി ഉണ്ടായിരുന്നു. ഈ തേതിയേട്ടത്തിക്ക് കുഞ്ഞുങ്ങളെ വളർത്താനും അവരെ പഠിപ്പിച്ച് വലുതാക്കാനൊക്കെ ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ണിയേട്ടനിൽ നിന്നും സാധിച്ചെടുക്കാൻ കഴിയില്ല. കാരണം ആ ഒരു ഇതിനൊന്നും തയ്യാറായിരുന്നില്ല ഉണ്ണിയേട്ടൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരു ദിവസം തേതിയേട്ടത്തി തങ്കത്തിനോട് വന്ന് പറയും, നിനക്ക് സമ്മതമാണോ, ഒരു കാര്യം ഞാൻ പറയാൻ പോവുകയാണ്, നിനക്കുണ്ടാവുന്ന കുഞ്ഞിന്, പെൺകുഞ്ഞിന് അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് എൻ്റെ പേരിടാവോ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ തങ്കം അത് സമ്മതിക്കും. ഓക്കെ, ഞാൻ റെഡിയാണ്, ഞാൻ അങ്ങനെ പേരിടാമെന്നൊക്കെ പറയും. അതൊക്കെ ഇങ്ങനെ അവൾ ആലോചിച്ചിരിക്കുവാണ്. അങ്ങനെ ആ ഒരു മകൾക്ക് ദേവു എന്ന് തന്നെയാണ് ഇവൾ പേരും ഇടുന്നത്. അങ്ങനെ ആ ഒരു റിച്വൽ പൂജ അതൊക്കെ കഴിഞ്ഞ് ഗംഗയുടെ അവിടെ നിന്ന് തിരിച്ച് ഇവൾ നാട്ടിലേക്ക് വരികയാണ്. ഇവളുടെ പഴയ ഇല്ലത്തിലേക്ക് വരുമ്പോൾ ഉണ്ണിയേട്ടൻ അവിടെ ഇല്ല. അവൾ കാണുന്നത് എന്താണ്, ഉണ്ണിയേട്ടൻ അവിടെ ഇല്ല. പക്ഷേ ആ ഒരു അനിയൻ ഉണ്ടായിരുന്നു, അനിയൻ നമ്പൂതിരി ഉണ്ടായിരുന്നു. നല്ല പവർഫുള്ളായിട്ടുള്ളൊരു മാൻ, ഗ്രീഡി, വെൽത്ത് സ്റ്റാറ്റസ് ഒക്കെയുള്ള നല്ലൊരാളായി അനിയൻ നമ്പൂതിരി എന്ന് പറഞ്ഞാൽ. അവിടെ എന്താ, ഉണ്ണിയേട്ടൻ ഇതെല്ലാം ഈ അനിയൻ നമ്പൂതിരിക്ക് വിട്ടുകൊടുത്തിട്ട് ഒരു അടുത്തുള്ളൊരു വില്ലേജ് ടെമ്പിളിൽ പോയി ഇങ്ങനെ ഇരിക്കുന്ന ഒരാളായി മാറി. അതെല്ലാം വിട്ട് പഴയ ആ ഒരു ആദർശവും പ്രതാപവും എല്ലാം പോയി അനിയൻ നമ്പൂതിരിയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അങ്ങനെ തങ്കം പെട്ടെന്ന് വന്ന് ഉണ്ണിയേട്ടൻ എവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴാണ് അനിയൻ നമ്പൂതിരി കാര്യങ്ങളൊക്കെ പറയുന്നത്. വളരെ വിഷമം തോന്നി. അങ്ങനെ ഈ കൊച്ചുമകളെയും കൊണ്ട് തങ്കം അമ്പലത്തിൽ പോയി ഇങ്ങനെ ഉണ്ണിയേട്ടനെ കാണാനായിട്ട് പോകും. കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ഉണ്ണിയേട്ടന് മനസ്സിലാവും, എൻ്റെ അനിയത്തിക്കുട്ടി എന്നെ കാണാൻ വന്നോ എന്നിങ്ങനെ ചോദിച്ച് ഉണ്ണിയേട്ടന് മനസ്സിലാവും. അവർ പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുമ്പോഴത്തേക്ക് ഉണ്ണിയേട്ടൻ ഇവളുടെ കയ്യിലൊരു പൊതി ഇങ്ങനെ കൊടുത്തിട്ട് പറയും, ഇപ്പോൾ ഇത് തുറന്ന് നോക്കരുത്, എൻ്റെ കാലശേഷമേ നീ അത് തുറന്ന് നോക്കാവൂ എന്ന് പറഞ്ഞിട്ടാണ് അത് ഇവളെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. അങ്ങനെ അത് ഇവളിങ്ങനെ സൂക്ഷിച്ച് കൊണ്ടുവയ്ക്കും. തിരിച്ച് വീട്ടിലേക്ക് വരും. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അറിയാണ് ഉണ്ണിയേട്ടൻ ഇങ്ങനെ അബോധാവസ്ഥയിൽ അമ്പലത്തിൽ തന്നെ വീണ് കിടക്കുകയാണെന്ന് ഒരാൾ വന്ന് പറയും. അനിയനും തങ്കവും എല്ലാവരും കൂടെ പോയി നോക്കുമ്പോഴേക്ക് എന്താ, ഉണ്ണിയേട്ടൻ അവിടെ മരിച്ചു കിടക്കുകയാണ് ചെയ്യുന്നത്. അമ്പലത്തിൻ്റെ നടയിൽ തന്നെ ഇങ്ങനെ മരിച്ചു കിടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഭയങ്കരമായ നെഞ്ചു പൊടിഞ്ഞ ഒരു തകർന്ന അവസ്ഥയിലൂടെ ആയിരുന്നു അത്. ആ ഒരു ചിതാഭസ്മം ഒഴുക്കാനാണ് ഗംഗാ നദിയുടെ തീരത്തേക്ക് പോയത്. അപ്പോൾ ഈ മരണശേഷം എന്ത് ചെയ്യും, ഉണ്ണിയേട്ടൻ കൊടുത്ത ആ ഒരു പൊതി ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ മംഗല്യസൂത്രമായിരുന്നു. തേതിയേട്ടത്തിയുടെ താലിയായിരുന്നു അതിലിങ്ങനെ ഉണ്ടായിരുന്നത്. അതിങ്ങനെ അവൾ സൂക്ഷിച്ച് വച്ചിരിക്കും. എന്നിട്ട് അവിടെ പോയി പിന്നെ തേതിയേട്ടത്തെ ലാസ്റ്റ് ഇവൾ കണ്ടുപിടിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇവളിതിങ്ങനെ കൊടുക്കുമ്പോൾ തേതിയേട്ടത്തി ആ ഒരു താലി ആ ഒരു സ്പിരിച്വൽ ഫയറിലിട്ട് ആ ഒരു ബ്രൈറ്റ്നസ് ഇങ്ങനെ ആക്കി ഈ തങ്കത്തിൻ്റെ കൊച്ചുമകളായ ദേവുവിനെ വിളിച്ച് അവളുടെ കയ്യിലിങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് ഈ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. ആ ഒരു മംഗല്യസൂത്രം ഒരു നല്ലൊരു ക്ലീൻ വാട്ടറിലിങ്ങനെ ഇതാക്കി ദ ഗോൾ ക്യാച്ചസ് ദി ഫയർ എന്നിട്ടാണ് അതിങ്ങനെ ആ ഒരു കുഞ്ഞിൻ്റെ കയ്യിലിങ്ങനെ കൊടുത്ത് അവളിങ്ങനെ ബ്ലസ് ചെയ്യാണ് ചെയ്യുന്നത്. വിത്തിൻ സെക്കൻഡ്സ് ഷീ അറ്റൈൻ സമാധി എന്നാണ് അവിടെ വെച്ചാണ് ഈ ഒരു നോവൽ അവസാനിക്കുന്നത്.